ബ്രസീൽ എന്തായാലും 3 ഗോൾ അടിച്ച് വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഹെയ്ത്തിക്കെതിരെ. ഹെയ്ത്തിയാണ് ടീം, പക്ഷേ ഒട്ടും മോശമല്ലാത്ത തരത്തിൽ ഹെയ്ത്തിയും കളിച്ചു. ഗോൾ നേടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മോടൊപ്പം ഉള്ളത് ഈ പ്രദേശ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു? തിരുവാണിക്കാവിലെ ബ്രസീൽ ആരാധകരാണ്. എന്ത് തോന്നുന്നു, നെയ്മർ ഇല്ലാതെ തന്നെ 3 അടിച്ച് ജയിച്ചു? വളരെ സന്തോഷം, വളരെ ആവേശം. ലോകകപ്പ് ബ്രസീൽ ഇനിയും ഇതിലും ഉഷാറായിട്ട് കളിക്കും. ലോകകപ്പ് തൂക്കുമെന്നാണോ? ലോകകപ്പ് തൂക്കും. 5 തവണ ഇതിന് മുന്നേ തൂക്കിയിട്ടുണ്ട്. വിശ്വാസക്കുറവ് ഏതെങ്കിലും തരത്തിൽ? ഒരു ബ്രസീൽ ആരാധകനായ എനിക്ക് പോലും ഒരു പേടി തോന്നുന്നു. അങ്ങനെ കുറവൊന്നുമില്ല. പിന്നെ കളിയാവുമ്പോൾ ചിലപ്പോൾ തോൽക്കും, ജയിക്കും. അത് ഒരു വിജയത്തിന്റെ ഒരു മുന്നോടിയാണ്. ഈ അർജന്റീന ആരാധകരും അതുപോലെ തന്നെ മറ്റു ആരാധകരും ഇപ്പോഴും സെവനപ്പ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് ഇത്തവണ നമുക്ക് തിരുത്തി കുറിക്കാൻ കഴിയുമോ? ഇത്ര നേരം വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര ആവേശം, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോ ഒന്നും പറയില്ല. ഒന്നും പറയില്ല. സെവനപ്പ് എന്ന് പറയുന്ന ഒരു 5 കപ്പില്ല. ഇത് മാറ്റിയില്ല. നമ്മൾ നേരത്തെ കാണുമ്പോൾ ഇത് തന്നെയായിരുന്നു, ഇപ്പൊ കാണുമ്പോൾ ഇത് തന്നെയാണ്. ഇതിനുള്ളിൽ ഒരു അർജന്റീന ആരാധകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ അവസരത്തിനൊത്ത് ബ്രസീലായി മാറി. യഥാർത്ഥത്തിലുള്ള ടീം ഏതാ? മെസ്സി ആരാധകനാണ്. ഇപ്പോ പുള്ളി അവസരത്തിനൊത്ത് ബ്രസീലിനോട് വല്ല ദേഷ്യം അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു ദേഷ്യമില്ലെന്ന് പറഞ്ഞു. എന്ത് തോന്നുന്നു ചേട്ടാ, ഇവിടുത്തെ ഒരു ഫുട്ബോൾ ആവേശം അങ്ങനെ ഉണ്ട്? ടോട്ടൽ നന്നായി പോകണം, കുഴപ്പമില്ല. സുൽത്താന്റെ കുറവ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ഫുട്ബോൾ ആവേശം ഇവിടെ അടിപൊളിയല്ലേ, കണ്ടില്ലേ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ, എല്ലാ ടീമിനും ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. അർജന്റീന ആരാധകരും അതുപോലെ തന്നെ പോർച്ചുഗൽ, ബ്രസീൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമുകളുടെ ആരാധകരും, പ്രധാനപ്പെട്ട ടീമുകളുടെ ആരാധകരൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത കളി കളിക്കുമോ നമ്മുടെ സുൽത്താൻ? കളിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. കളിക്കും. നെയ്മർ ഇറങ്ങും. അതാണ് പറയാനുള്ളത്. ആ ആവേശമുണ്ട്. എന്തായാലും തൃശ്ശൂരുകാരുടെ ഈ ഒരു ആവേശം ഒട്ടും കുറയുന്നില്ല. ബ്രസീൽ ആരാധകർ അമിത ആവേശമൊന്നുമില്ലെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.